ശംഖുനാദം. എപ്പോഴും നാദമെന്ന് പറയുമ്പോൾ നാദം നമ്മുടെ അടിസ്ഥാന ജ്ഞാനമാണ്. ആദിയിൽ വചനവുമുണ്ട്. ആദിയിലെ വചനമാണ് നാദം. നമ്മുടെ ആത്മബോധം ഗ്രഹിക്കുന്ന നമ്മുടെ വിവേകത്തിനെ ഉണർത്തി അവബോധത്തിലേക്ക് നമ്മളെ നയിക്കുന്ന സർവ്വതും നാദമാണ്. നാദം നമുക്കറിയാം, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഒരു മലയാള ഭാഷയാണ്. അതേസമയം ഇതറിയാൻ പാടില്ലാത്ത ഒരു അന്യദേശക്കാരൻ, ഒരു ചൈനീസുകാരനോ ജപ്പാനീസുകാരനോ ആരും ആവട്ടെ, അവരാരെങ്കിലും ഞാൻ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. മനുഷ്യ മനസ്സിൻ്റെ ഗ്രഹണമാണ് നമ്മൾ കാണുന്ന ഈശ്വരീയ സങ്കല്പങ്ങളെല്ലാം തന്നെ. ദേവിയുടെ ആഭരണങ്ങളും ശിവൻ്റെ രൂപവും ഒക്കെ തന്നെ. ശിവൻ്റെ രൂപത്തിലുണ്ട് ശംഖ്, അദ്ദേഹത്തിൻ്റെ ഇതിൽ തന്നെ ഉണ്ട് പാമ്പ്, ശൂലം. ഇതെല്ലാം തന്നെ നാദമാവുന്ന, നമ്മുടെ ജ്ഞാനമാവുന്നതിനെയാണ് അടിസ്ഥാനപ്പെടുത്തുന്ന ശംഖ്. അതേപോലെ തന്നെയാണ് ശൂലം നമ്മുടെ ഇടയും പിങ്കളയും മുകളിലോട്ട് ഉയരുന്ന നമ്മുടെ സഹസാരയിലുണ്ടാവുന്ന നമ്മുടെ മോചനവും എല്ലാം കൂടി അടങ്ങുന്നതാണ്. അതേപോലെ തന്നെ നാഗം, കുണ്ടലിനി ചൈതന്യം. മനുഷ്യ മനസ്സിനെ ഗ്രഹിക്കുവാനായി നമ്മുടെ ആന്തരിക ഘടനയുടെ രീതിയാണ് ഓരോ സിംബോളിസമായിട്ട് ഭഗവാന്മാരിൽ കൊടുത്തിരിക്കുന്നത്. ഭഗവാന്മാരുടെ രൂപങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നാം പറഞ്ഞില്ല, ഇതൊരു ശരീരമാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഉയർന്ന ശക്തികളുടെ എല്ലാം തന്നെ ഊർജ്ജമായിട്ട് ലയനം, അല്ലെ ഊർജ്ജ തലത്തിലുള്ള മാർഗത്തിലാണ് നമ്മൾ കാണുന്നതെല്ലാം തന്നെ. അപ്പം ആദിയിലെ വചനം, ആദിയിൽ വചനവുമുണ്ട്. ഈ വചനത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എപ്പോഴും നാദത്തിലൂടെയാണ്. നാദയോഗ പരിശീലിക്കുന്നവർക്കെല്ലാം തന്നെ അറിയാം, കുറച്ച് ഘട്ടം കഴിയുമ്പം അവർ കേൾക്കുന്നൊരു ശബ്ദമാണ് ശംഖുനാഥം. അതിനുശേഷം കേൾക്കുന്നതാണ് മണിനാഥം. മണിനാഥമൊക്കെ തുടക്ക സമയത്ത് തന്നെ ആൾക്കാർ കേട്ടു തുടങ്ങും. സർപ്പക്കാവിലൊക്കെ കേൾക്കുന്നത് പോലെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ. അത് നമ്മുടെ ചെവി ഇങ്ങനെ കേൾക്കുന്നത്. ഇപ്പം എൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്, ഞാൻ എന്താ പറയുന്നതെന്നുള്ളത്. എന്നാൽ ആ ശബ്ദം നമ്മുടെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നതാണ്. എന്നാൽ പൂർണ്ണമായിട്ടും നമ്മൾ ബോധവാനായിരിക്കും, അല്ലേ? നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ടൊരു ഉറുമ്പ് കടിക്കുന്നു. ഈ ഉറുമ്പ് കടിക്കുമ്പം നമുക്ക് കണ്ണുകൾ തുറന്നുകൊണ്ട് നോക്കിയിട്ട് അറിയാൻ പറ്റും, ദാ എന്നെ ഉറുമ്പ് കടിക്കുക എന്നല്ലേ. ആ ഫീലിംഗ് ഉണ്ട്. ഉറുമ്പ് കടിക്കുക എന്ന് ബുദ്ധിയും പറയും. ഇതുപോലെ തന്നെ ആത്മബുദ്ധിയിൽ അനുഭവിക്കുന്ന കാര്യം മനസ്സിനറിയാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു തരത്തിലെ ആദ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ പേടിച്ചു പോയേക്കാം. ചിലപ്പം ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു പരിശീലന ക്രമമില്ലാത്ത ആൾക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. സൃഷ്ടിയുടെ അടിസ്ഥാനമാണ്. ഞാനും ശിവനാണ്, നിങ്ങളും ശിവനാണ്, സർവ്വതും ശിവനാണ്. അപ്പം ചിലവർക്ക് തന്നെ സംഭവിച്ചേക്കാം. അപ്പോൾ ചില സമയത്ത് ചിന്തിക്കുന്നത് എന്താ മനസ്സിന് എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത്. എന്നാൽ നമ്മൾ വേദങ്ങളും അദ്വൈത വേദാന്തങ്ങളും എല്ലാം എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഇത് സൃഷ്ടിയുടെ നാദമാണെന്നുള്ളത്. ആ നാദം നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മുടെ ജ്ഞാനബോധം വർദ്ധിക്കുന്നത്. ഓംകാരമാണ് ഏറ്റവും ഉയർന്ന നാദശബ്ദം എന്ന് പറയുന്നത്. രുദ്രൻ അലറിയാണ് സൃഷ്ടി ഉണ്ടായെന്നറിയാം. രുദ്രൻ ഇപ്പോഴും അലറുന്നുണ്ട്. ആ അലർച്ചയാണ് നമ്മൾ ഓംകാരത്തിൽ കേൾക്കുന്നത്. ആദിദേവം രുദ്രനാണ്, ജ്ഞാനമാണ് രുദ്രൻ. അപ്പം രുദ്രനിലൂടെ സൃഷ്ടി ഉണ്ടായെന്നാണ് പറയുന്നത്, സൃഷ്ടിയുടെ ജ്ഞാനബോധം. അപ്പം ഈ ജ്ഞാനബോധം നമ്മളിലേക്ക് വരുന്നത് ഓംകാരമായിട്ടാണ്. അനാഹത ചക്രത്തിൽ 10,000 കണക്കിനോളം നാദങ്ങളുണ്ട്. ഈ നാദത്തിൽ ലയനം ചെയ്യുകയും നാദത്തിലൂടെയാണ് ഉയർന്ന തലത്തിലെ ധ്യാനാനുഭൂതിയിലേക്ക് കടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ നാദമാണ്. ആദ്യം നമുക്ക് ഇരിക്കുവാനായിട്ടുള്ള ക്രമീകരണം ഇടയും പിങ്കളയും കൂടി സംഗമിച്ചുകൊണ്ട് നമ്മുടെ ശരീരമാകെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. ഇതിൻ്റെ ജോമെട്രികളെല്ലാം തയ്യാറായി. അതിനുശേഷം നമുക്ക് നാദം വന്ന് തുടങ്ങും. അതിനുശേഷം നമ്മുടെ എനർജി ബോഡിയാണ് ശരിക്കും സൂക്ഷ്മ ശരീരമാണ് എന്ത് ചെയ്യുന്നത്, അതിൽ ലയനം ചെയ്യുന്നത് ധ്യാനത്തിൽ. അവിടാണ് നമ്മൾ ലയനം ചെയ്യുന്നത്. അതിൻ്റെ മുൻപായിട്ട് വരുന്നതാണ് അനാഹത ചക്രത്തിലാണ് അപ്പോഴും നാദം ഉണ്ടാവുന്നത്. അതേപോലെ തന്നെയാണ് നാദത്തെക്കുറിച്ച് ആനന്ദമയി മാ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. ആനന്ദമയി മാ അമ്മയുടെ തുടക്ക സമയത്ത് തന്നെ, അമ്മയുടെ കുട്ടിക്കാലത്ത് തന്നെ അമ്മ എപ്പോഴും വൃക്ഷങ്ങളുമായിട്ട് പോയിട്ട് വൃക്ഷങ്ങളിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കും, കെട്ടിപ്പിടിച്ച്. എന്നിട്ട് അമ്മ ആ വൃക്ഷങ്ങളിലുള്ളിൽ നിന്ന് കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അമ്മയുടെ ചുറ്റിനുമുള്ള ആൾക്കാരെല്ലാം കുട്ടിയായിരുന്നപ്പം തന്നെ മാനസിക രോഗിയാന്നുള്ള രീതിയിൽ അമ്മയെ കുറ്റപ്പെടുത്തി. അപ്പോൾ ആനന്ദമയെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്കറിയാം എന്തുമാത്രം തേജസ്സുള്ള, അല്ല എന്തുമാത്രം ഉയർന്ന രീതിയിലുള്ള ഒരു യോഗിനിയായിരുന്നുള്ളത്. അപ്പം ആനന്ദമയി മാ പറഞ്ഞുള്ള കാര്യമുണ്ട് നാദത്തെക്കുറിച്ച്. പ്രാണൻ്റെ ഗതി കുറഞ്ഞു വരുമ്പോൾ അത് നാദമായി മാറുന്നു എന്നുള്ളത്.
ഒരു സാധാ മനുഷ്യൻ ഒരു മിനിറ്റിൽ 12 മുതൽ 11 പ്രാവശ്യം വരെ ശ്വാസം എടുക്കും, ഇൻഹെയിലും ചെയ്യുമെന്ന് പറയുന്നത്. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. എന്നാൽ ഒരു യോഗിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അളവ് കുറഞ്ഞു വരും. അത് മണിക്കൂറിൽ 5 ആവും, മണിക്കൂറിൽ 4 ആവും, 1 ആവും, 2 ആവും, ഒന്നുമില്ലാത്ത അവസ്ഥയാവും. അങ്ങനെ ശ്വാസത്തിൻ്റെ ഗതി കുറയും. അപ്പം ഇത് 9 ഒക്കെ ആയി കഴിയുമ്പം നമുക്ക് നമ്മുടെ ചുറ്റിനുമുള്ള എന്നല്ല അതിന് ചലനമില്ലാത്ത ആ വസ്തുക്കളിൽ നിന്നുള്ള പലതും നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. അത് 5ലും 4ലും ഒക്കെ എത്തുന്ന സമയം സൃഷ്ടിയുടെ ഈ റിഥം, ഈ നാദത്തെ നമുക്ക് കേട്ടു തുടങ്ങാൻ സാധിക്കും. അതാണ് പറഞ്ഞാൽ ആദിയിൽ വചനവും ഉണ്ടെന്നുള്ളത്. ആ വചനം നമുക്ക് മനസ്സിലാക്കുകയും നമുക്ക് ശുദ്ധമായിട്ട് ആത്മീയ പ്രക്രിയയിലേക്ക് കടന്ന് അതിനെ ഒരു യാഥാർത്ഥ്യ ബോധമായി ശരീരവും മനസ്സും അറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കുവാനും സാധിക്കും എന്നുള്ളൊരു അർത്ഥമാണ്. ആനന്ദമയി നമ്മുടെ മുന്നിൽ നാദത്തെക്കുറിച്ച് ഒത്തിരിയും കാര്യങ്ങൾ അമ്മ പറഞ്ഞിട്ടുണ്ട്. നാദമാവുന്ന രീതി, നാദമാവുന്ന ബോധം, നാദയോഗയുടെ അടിസ്ഥാനം. അപ്പം എല്ലാം കൊണ്ടും നാദമാണ് നമ്മുടെ സർവ്വതും. നാദം നാദം സർവ്വതി നാദം. നാദമാണ് നമ്മളെ മുക്തിയിലേക്ക് നയിക്കുന്നതും. നാദത്തിൻ്റെ പ്രാധാന്യം വളരെ വലുത്. നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെല്ലുന്ന സമയം നമ്മൾ കുറച്ച് നേരം ആ ഒരു ടെമ്പിളിലടിക്കുന്ന ഒരു മണിയിൽ നമ്മൾ കുറച്ച് നേരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതുണ്ടാക്കുന്ന ഒരു മാറ്റം നമ്മുടെ ഉള്ളിൽ. എവിടെ ഒരു ശബ്ദം, ക്ഷേത്രത്തിലെല്ലാം ചെണ്ടമേളം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വെച്ചിരിക്കുന്നത് പോലും ആ നാദം നമുക്ക് ജ്ഞാനമാവാനാണ്. ഒരിക്കലും ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തലത്തിൽ നമ്മൾ സംസാരിക്കുക. ഇതല്ല ആത്മാവിൻ്റെ രീതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗുരുക്കന്മാരും ശിഷ്യന്മാരും എപ്പോഴും സദാസമയം ഒരു തരത്തിലുള്ള ഋതമാണ്, ഋതത്തിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഋതമാണ് നമുക്ക് ജ്ഞാനമായി വരുന്നത്. അതാണ് ആ ഋതത്തിന് ശേഷം നമ്മളറിയാതെ തന്നെ 10-200 വർഷങ്ങളോളമുള്ള നോളജ്, അല്ലെങ്കിൽ ഇത് നമുക്ക് പോലും അറിയാത്ത കാര്യം നമ്മുടെ ഒഴുകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇത് ഡൗൺലോഡ് ചെയ്തിടുവാണ്. എന്നുവെച്ചാൽ മനസ്സ് ശൂന്യമാണ്. ഇതിനൊരു ഉയർന്ന തലത്തിലൊരു ബുദ്ധിയുണ്ട്. അത് ആവശ്യമുള്ള സമയത്ത് കാര്യങ്ങളെ ഗ്രഹിച്ച് പറയത്തതേ ഉള്ളൂ. വിവേക ബുദ്ധിയാണ്. അതെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കില്ല സൃഷ്ടിയുടെ ജ്ഞാനത്തെക്കുറിച്ചോ സൃഷ്ടിയുടെ അവബോധത്തിനെക്കുറിച്ചോ ഒന്നും തന്നെ. ഇത് ശൂന്യതയിൽ നിൽക്കും. എന്നാൽ ഒരു കാര്യം കണ്ടു കഴിയുമ്പോൾ തന്നെ, സൃഷ്ടിയുടെ ജ്ഞാനബോധത്തെ കണ്ടു കഴിയുമ്പോൾ തന്നെ അതിനെ ഗ്രഹിക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഫോണിൽ ഒരു കാര്യം ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പം കയറി എടുത്ത് നോക്കിയാൽ മതി അത് എന്താണെന്നുള്ളത്. അപ്പം തന്നെ ചെക്ക് ചെയ്യണമെന്നില്ല പോയിട്ട്. അപ്പോൾ എന്തുമാത്രം കാര്യങ്ങളാണ് ഡൗൺലോഡ് ആവുന്നത്. ഇതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? എന്നാൽ ശൂന്യമാണ്. ഈ മൊബൈൽ ഓഫാക്കി വെക്കുമ്പം ഇത് ഇങ്ങനെ ഓഫായിരിക്കുന്നത് പോലെ നമ്മുടെ ആ ഒരു ഉയർന്ന ബോധം ഉയർന്ന സമയത്ത് ഉയർത്തുക, അതങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ക്രമീകരണമാണ്. ഇതാണ് പറയുന്നത് മനോഹരമാണെന്നുള്ള ഈ സൃഷ്ടിയുടെ അടിസ്ഥാനം. ഇത് സൃഷ്ടാവ് സൃഷ്ടിച്ചിരിക്കുന്നത് അത്രയേറെ വിവേകത്തോടു കൂടിയാണ്. ആ അവബോധത്തിൻ്റെ ഒരു അംശമാണ് നമ്മളും. ഈ അവബോധത്തെ നമ്മൾ അറിയുന്നതോ നാദമായിക്കൊണ്ടും. എല്ലാവർക്കും നമസ്കാരം.